എനിക്കുമില്ല എൻ്റെ ഇഷ്ടങ്ങളൊക്കെ. അതിനൊരു വഴിയുണ്ട്. ഇടന്നേ. അതേതാ വഴി? ഫേസ്ബുക്ക്. ഫേസ്ബുക്കോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. സുമിയുടെ ഫുൾ നെയിം പറഞ്ഞേ. സുമി എസ്. സുമി 123@gmail.com. വയസ്സ്? അതൊക്കെ എന്തിനാ ഇതില്? ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ? 5th September 1983. 80s കിഡാ? Don't worry, let's make it 90s. Works at Kottayam Rural Bank. ഫോൺ എവിടെ? ഫോൺ ഓ വളരെ പിറ്റി. ഇപ്പോഴും നീ ഫോണാ ഉപയോഗിച്ചോണ്ടിരിക്കണേ? അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോൾ അവൻ്റെ പഴയ ഫോൺ തന്നതാ. അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായി. ലെറ്റ്സ് സെറ്റ് ദിസ് അപ്പ്. ഓൾ സെറ്റ്. എല്ലാം സെറ്റായി. സെറ്റോ? എന്ത്? സുമി, ഞാൻ നിന്നെ ഇപ്പോൾ വലിയൊരു പൂന്തോട്ടത്തിൽ ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു. ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും. അതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. എന്ത്? വണ്ട്, പൂവ്, പാറിപ്പറന്ന് തേൻ കുടിക്കാൻ. നിനക്കൊല്ലം കിട്ടിയ ഒന്നും കിട്ടിയില്ലേ? കൊറേ നേരം തുടങ്ങിട്ട്. മീൻപിടുത്തോണ്ട് പുട്ടുണ്ടാക്കലല്ല, താമയോട് മീനെന്താ വിശപ്പില്ല. കൊളുത്തു പോയത്. ഇവിടെ മീനുണ്ടെന്ന് എൻ്റെ അടുത്ത് ആര് പറഞ്ഞത്? മീനിലും നല്ല ഉറുമ്പുണ്ട്, ചൊറിഞ്ഞിട്ട് പാടില്ല. നമ്മൾ മീൻ കൊണ്ടിട്ട് പിടിക്കേണ്ടി വരൂ. എന്തു പറ്റി? എന്തെങ്കിലും മൂടോട്ടിരിക്കണ? ഒരു മൂടില്ല. മൂടില്ലെന്നാ? പോടാ, ഞാൻ മറ്റേ കാര്യാലോചിന്റെ കേക്കില്ലേ? എടാ, നീ അതുമ്പോ തൂങ്ങിയിറക്കാണ്ട് അടുത്ത പരിപാടി പിടിക്കാൻ നോക്ക്. പറഞ്ഞില്ലെന്നോണ്ടാ വെറുതെ. എടുത്താ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ സെറ്റാണ്? എനിക്കൊന്നും റെഡി ആവണല്ലോ. എങ്ങനെ സെറ്റാണെന്ന്? അതൊക്കെ ഒരു കലയാണ് മോനെ. നമ്മൾ എന്ത് വന്നാലും വിട്ടുകൊടുക്കരുത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ മീൻ കൊത്തണ പോലെ എപ്പോഴെങ്കിലും ഒരെണ്ണം വന്ന് കുത്തും. ചിലത് എഴുതിപ്പോവും, പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും. അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നുകൂടെ ഒരു ചൂണ്ടറിയാൻ നോക്ക്. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടാ, ഇല്ലെങ്കിൽ പോറ്റ പോലെ ആവും. എടാ കൊച്ചു കഴിവേറി കള്ളപ്പന്നി. പെട്ടെന്ന് വേണേ. ഒന്നും വിചാരിക്കല്ലേ, വാ വാ വാ, വേഗം ഇരിക്കി. എടുത്തു. ഓക്കെ. ഹലോ. ഹലോ രേവു, ഇതൊക്കെ വെറും വേസ്റ്റാ. എന്തുപറ്റി? നീ പറഞ്ഞ പോലെ വന്ന റിക്വസ്റ്റ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരും കള്ളക്കളവന്മാരും ഒക്കെയാ. സുമി, അങ്ങനെ പറഞ്ഞതെല്ലാം ഒന്നും നീ അക്സെപ്റ്റ് ചെയ്യണ്ട. നിനക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ശരി, നാളെ കാണാം. ഓക്കെ. മോർണിംഗ് സർ. സുമി, എന്താ സർ? ഞാനൊരു സാധനം വിട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സാധനം സർ? ഫേസ്ബുക്കിൽ കയറിയല്ലേ? ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്.
വേണ്ടത് ചെയ്തേക്കണം ഓക്കെ കേട്ടോ. രേവു എന്താ ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു ആക്സെപ്റ്റ് ചെയ്തപ്പോ മെസ്സേജ് വന്നു. നോക്കട്ടെ. വർക്കിംഗ് അറ്റ് ഇൻഫോ പാർക്ക് ബിടെക് ഗ്രാജുവേറ്റ് ഫ്രം MG യൂണിവേഴ്സിറ്റി. കാണാൻ ചുള്ളനാണല്ലോ. നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് മോളെ. How are you? I'm fine. എന്നെടുക്കുക വർക്കില്ല. ബാങ്കിലെ ജോലിയല്ലേ? ഞാൻ പ്രൊഫൈൽ കണ്ടായിരുന്നു. അതെ, നിങ്ങൾ എന്തെടുക്കുക? ഞാൻ വർക്കില്ല. ബൈ ദ ബൈ പ്രൊഫൈൽ വെക്കുക നല്ല രസമുണ്ട്. താങ്ക് യു. ഫുഡ് കഴിച്ചു? രേവു, ഈ ബൊമ്മയൊക്കെ എങ്ങനെ അയക്കുന്നേ? അമ്മയോ? ഓ ഇതോ. ദാ. ഞാൻ ഫോൺ തന്നെ സുമേഷിനെ ഒന്ന് വിളിക്കട്ടെ. ഹാ, ഇത് എനിക്ക് ലൈൻ സെറ്റായി. അതിന് യെസ്. പേര് സുമി, കോട്ടയത്താണ് വീട്. ബാങ്കിലെ ജോലി. കോട്ടയത്താ? കോട്ടയം സുമി. എടാ അത് ആണാണോ പെണ്ണാണോ നോക്കട്ടെ, നിന്റെ കാര്യം എനിക്കൊരു ഡൗട്ട്. അത് പ്രൊഫൈൽ പിക്ചർ നോക്കി അറിഞ്ഞൂടെ ആളിയാ? പോയിന്റ്. അതിന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ട ആളെ പറ്റിയാണ് പാട്. അത് പോയിന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ ഈ ഒരു കാര്യം ചെയ്യും, അവളോടൊരു വോയിസ് അയക്കാൻ പറയും. അത് പോയിന്റ്. വോയിസാ? അത് ചോദിക്കാവുന്നതാണ് അല്ലേ? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിക്കും, ഇങ്ങനെയൊക്കെയല്ലേ തുടങ്ങുന്നത്. മിക്കവാറിപ്പോ ഒരു മാമന്റെ ശബ്ദം വരുവേ. എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അതൊന്ന് സഹായിച്ചു തരുമോ? എന്താ കാര്യം? എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. എനിക്കൊരു വോയിസ് ഇടൂ. അതെ രേവു, ഇത് കണ്ടോ? ഇതെങ്ങനെ അയക്കുന്നേ? ഓ ഇത്രേ ഉള്ളോ? എടാ മെസ്സേജ് ഒന്ന്. Play ചെയ്യ്. എന്താ സുല്ലേ ഞാൻ പറയണ്ടേ? നിക്കി, ഒരു സാധനം കേൾപ്പിക്കാം. സുമി സുമി സുമിയുടെ ശബ്ദത്തിന് സംഗീതത്തിന്റെ സൗന്ദര്യമാണ്. സുമിയുടെ കണ്ണുകൾ പോലെ. ഇതൊക്കെ മാമനായിരുന്നു. റൊമാൻസ് അറിയാത്തവനാണ്. ഇങ്ങനെ ആടാ.